ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു തിങ്ക് സ്മാർട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ +2 ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റായ ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡത്തിലെ ഫസ്റ്റ് ചാപ്റ്റർ ദ 3 L's ഓഫ് എംപവർമെൻറ്റ്. ദ 3 L's ഓഫ് എംപവർമെൻറ്റ് എന്ന ചാപ്റ്റർ ഫുള്ള് വിശദീകരിച്ച് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ഷോർട്ട് സമ്മറി പഠിച്ച് വെച്ചാൽ മതിയാവും. ഇന്ന് ചർച്ച ചെയ്യുന്നത് ആ ഷോർട്ട് സമ്മറിയാണ്. പിന്നെ അതിൻ്റെ ആ പാഠത്തിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളൊക്കെ ചർച്ച ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ വരുന്ന ഭാഗം ഏതൊക്കെയെന്നൊക്കെ പറയും. സോ ഈ ഒരു ഷോർട്ട് സമ്മറി പഠിച്ച് വെച്ചാൽ തന്നെ മതിയാവും. ആ പാഠം മൊത്തം വിശദീകരിച്ച് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദ 3 L's ഓഫ് എംപവർമെൻറ്റ്. The 3 L's of Empowerment is a speech by ക്രിസ്ത്യാനെ ലഗാർഡെ. ക്രിസ്ത്യാനെ ലഗാർഡിൻ്റെ ഒരു സ്പീച്ച് ആണ് The 3 L's of Empowerment. ലഗാർഡെ സ്പീക്സ് ഓൺ വുമൺ എംപവർമെൻറ്റ്. ലഗാർഡെ സ്പീക്ക് ചെയ്യുന്നത് വുമൺ എംപവർമെൻറ്റിനെ കുറിച്ചാണ്. സ്ത്രീ ശാസ്ത്രീകരണം. There are 3 L's ഓഫ് വുമൺ എംപവർമെൻറ്റ്. 3 L'കളാണ് വുമൺ എംപവർമെൻറ്റിനെ കുറിച്ച് ഇതിൽ പറയുന്നത്. There are ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ്. ലേണിങ് പഠിക്കുക, ലേബർ തൊഴിൽ, ലീഡർഷിപ്പ് നേതൃത്വം. ലേണിംഗ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ഓൾ ചേഞ്ചസ്. ലേണിംഗ് എന്ന് പറയുന്നത് എല്ലാ മാറ്റങ്ങളുടെയും അടിസ്ഥാനമാണ് ലേണിംഗ്. ഇറ്റ് എംപവേഴ്സ് ദം. ഇത് അവരെ ശക്തിപ്പെടുത്തും. എഡ്യൂക്കേഷൻ ഓഫ് ഗേൾസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം എന്നത് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജോബ് ഈസ് മസ്റ്റ് ഫോർ എവ്രി വുമൺ. തൊഴിൽ എന്നത് പറയുന്നത് എല്ലാ സ്ത്രീകൾക്കും മസ്റ്റായിട്ട് വേണ്ട ഒരു കാര്യമാണ്. ദേ ക്യാൻ ഐഡൻറ്റിഫൈ ദെയർ ട്രൂ പൊട്ടൻഷ്യൽ. അവർക്ക് അവരുടെ ട്രൂ പൊട്ടൻഷ്യൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇതിലൂടെ കഴിയും. ഇറ്റ് ഇൻക്രീസസ് പെർ ക്യാപിറ്റ ഇൻകം. അതായത് ഒരു സ്ത്രീകൾക്ക് ജോലി ഉണ്ടെങ്കിൽ അത് പെർ ക്യാപിറ്റ ഇൻകം ഇൻക്രീസ് കൂട്ടും എന്നാണ് പറയുന്നത്. ലീഡർഷിപ്പ് എംപവേഴ്സ് വുമൺ. നേതൃത്വം സ്ത്രീകളെ ശക്തിപ്പെടുത്തും. ദേ ക്യാൻ യൂസ് ദെയർ സ്കിൽസ് ആൻഡ് ടാലൻസ്. അവർക്ക് അവരുടെ കഴിവുകളും ടാലൻറ്റുകളൊക്കെ ഉപയോഗിക്കുക എന്നാണ് പറയുന്നത്. വുമൺ ലീഡേഴ്സ് ക്യാൻ ടേക്ക് ഗുഡ് ഡിസിഷൻ. അതായത് ഒരു സ്ത്രീ നേതാവിന് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. വുമൺ ഷുഡ് ബി റെഡി ടു സ്റ്റെപ്പ് ഔട്ട് ദെയർ കംഫർട്ട് സോൺ. അവരുടെ കംഫർട്ട് സോണിൽ നിന്ന് അവർ പുറത്തേക്ക് ഇറങ്ങാൻ അവർ റെഡിയാണ്. ഇറ്റ് വിൽ മേക്ക് ഡിഫറൻസ്. അതായത് അവർ പുറത്ത് ഇറങ്ങുന്നത് കൂടി അതൊരു നല്ല മാറ്റം ഇവിടെ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. ഇത്രയേ ഉള്ളൂ ദ 3 L's ഓഫ് വുമൺ എംപവർമെൻറ്റ്. അതായത് വുമൺ എംപവർമെൻറ്റിനെ കുറിച്ചുള്ള 3 L'കളാണ്. ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ്. ഇത് എന്താണ് എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. സോ ഇനി നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളിലേക്ക് കിടക്കാം. ഞാൻ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിച്ചാൽ തന്നെ ഈ പാഠം എന്താണെന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്നാണ് അർത്ഥം. സോ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ നല്ലൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്യാം. വാട്ട് ആർ ദ 3 L's ഓഫ് എംപവർമെൻറ്റ്? ശക്തിപ്പെടുത്തുന്നതിൻ്റെ 3 L'കൾ ഈ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ 3 L'കൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ലേണിംഗ്. ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? പഠിക്കുക എന്നാണ് അർത്ഥം. ലേബർ എന്ന് പറഞ്ഞാൽ അധ്വാനം എന്നാണ് അർത്ഥം. ഇവിടെ പറയുന്നത് തൊഴിൽ, ഒരു ജോബ് എന്നാണ്. പിന്നെ ലീഡർഷിപ്പ്, നേതൃത്വം. പിന്നെ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഇംപെൻഡിമെൻറ്റ്? ഇംപെൻഡിമെൻറ്റിൻ്റെ മീനിങ് എന്താണെന്ന് ചോദിക്കുന്നത്. ബാരിയർ ആണ് ഇംപെൻഡിമെൻറ്റിൻ്റെ മീനിങ്. ബാരിയർ എന്ന് പറഞ്ഞാൽ എന്താ? തടസ്സം എന്നാണ് ബാരിയർ എന്ന് പറഞ്ഞാൽ. വേസ് ഓഫ് എംപവറിങ് വുമൺ എന്ന് പറഞ്ഞാൽ സ്ത്രീ ശാസ്ത്രീകരണത്തിൻ്റെ വഴികൾ ഏതെല്ലാം എന്നാണ്. ഗിവിങ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ. ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം നൽകുക. ഗിവിങ് ഈക്വൽ സ്റ്റാറ്റസ് ആൻഡ് ഈക്വൽ വേജസ്. തുല്യ പദവിയും വേതനവും. വേതനം എന്ന് പറഞ്ഞാൽ കൂലി എന്നാണ് അർത്ഥം, വേജ്. പ്രൊവൈഡിങ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്. അവസരങ്ങൾ സ്ത്രീകൾക്ക് നൽകുക. പ്രൊവൈഡിങ് സോഷ്യൽ ജസ്റ്റിസ്. സാമൂഹിക നീതി പെൺകുട്ടികൾക്ക് നൽകുക. എൻഷുറിങ് പാർട്ടിസിപ്പേഷൻ ഇൻ ഓൾ ഫീൽഡ്സ്. എല്ലാ മേഖലകളിലും പങ്കാളിത്തം ഉറപ്പാക്കൽ. ഡെവലപ്പിംഗ് ദ കൾച്ചർ ഓഫ്
ഇൻക്ലൂഷൻ, എല്ലാ കൾച്ചറുകളിലും ഉൾപ്പെടുത്തൽ ഡെവലപ്പ് ചെയ്യുക. പ്രൊവൈഡിങ് ബെറ്റർ ഹെൽത്ത് കെയർ നൽകുക, ആരോഗ്യ സംരക്ഷണം നൽകുക. ഗിവിങ് സോഷ്യൽ സെക്യൂരിറ്റി, സാമൂഹിക സുരക്ഷ കൊടുക്കുക. ഇത്രയാണ് വേസ് ഓഫ് എംപവറിങ് വുമൺ. അടുത്തതാണ് പ്രിപ്പയർ 5 questions ഫോർ ആൻ ഇൻ്റർവ്യൂ വിത്ത് ക്രിസ്ത്യാനെ ലഗാഡെ. ക്രിസ്ത്യാനെ ലഗാഡയുമായിട്ടുള്ള ഇൻ്റർവ്യൂക്കുള്ള 5 questions ഏതൊക്കെ? സേ അബൌട്ട് യുവർ ചൈൽഡ്ഹുഡ്. ക്രിസ്ത്യാനെ ലഗാഡയുടെ ചൈൽഡ്ഹുഡിനെ കുറിച്ച് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ചലഞ്ചിങ് ടാസ്ക് ബിഫോർ അല്ലേ, അവിടെ 4 ആണ് കേട്ടോ. വാട്ട് ആർ ദ ചലഞ്ചിങ് ടാസ്ക് ഫോർ വുമൺ ഇൻ ദ വേൾഡ്. സ്ത്രീകൾ അനുഭവിക്കുന്ന ചലഞ്ചിങ് ടാസ്കുകൾ ഏതൊക്കെ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മൂന്നാമത്, വൈ ഡു യു സെലക്ട് ദിസ് ഫീൽഡ്. ഈ ഫീൽഡ് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താണ്? ഹൗ ക്യാൻ വി ബിൽഡ് സെൽഫ് കോൺഫിഡൻസ് ഇൻ വുമൺ. സ്ത്രീകളിൽ എങ്ങനെ സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ഉണ്ടാക്കാം എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് യുവർ മെസ്സേജ് ടു ആസ്. നമ്മളോടുള്ള മെസ്സേജ് എന്താണെന്നാണ് ചോദിക്കുന്നത്. അടുത്തതാണ് ഹൗ ടു പ്രിവെൻറ്റ് അട്രോസിറ്റീസ് എഗെയിൻസ്റ്റ് വുമൺ ഈവൻ ഇൻ അവർ സൊസൈറ്റി. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന സ്ത്രീകൾക്ക് എതിരെയുള്ള അതിക്രമങ്ങൾ എങ്ങനെ തടയാം എന്നതാണ്. ഫസ്റ്റ്, കണ്ടക്റ്റിംഗ് അവയർനെസ് പ്രോഗ്രാം. അവയർനെസ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ? ബോധവൽക്കരണ പരിപാടികൾ നടത്തുക. ഡെവലപ്പിംഗ് ദ കൾച്ചർ ഓഫ് സോഷ്യൽ ഇൻക്ലൂഷൻ. സാമൂഹിക ഉൾപ്പെടുത്തലിൻ്റെ സംസ്കാരം വികസിപ്പിക്കുക. സ്ട്രിക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ലോ. നിയമം കർശനമായി നടപ്പിലാക്കുക എന്നാണ് പറയുന്നത്. അടുത്തത്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഫാസ്റ്റ് ട്രാക്ക് കൗണ്ട്സ് ടു ഹാൻഡിൽ കേസസ് ഓഫ് അട്രോസിറ്റീസ് എഗെയിൻസ്റ്റ് വുമൺ. അതായത് സ്ത്രീകൾക്ക് എതിരെയുള്ള അതിക്രമങ്ങൾ ഉള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനായി അതിവേഗ കോടതികൾ സ്ഥാപിക്കുക എന്നതാണ് പറഞ്ഞത്. അതിവേഗ കോടതികൾ പറഞ്ഞാൽ ഫാസ്റ്റ് ട്രാക്ക് കോഡ്സ് സ്ഥാപിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെൻറ്റേഴ്സ് ഇൻ ഓൾ വില്ലേജസ്. ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെൻറ്റേഴ്സ് എല്ലാ ഗ്രാമങ്ങളിലും ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെൻറ്റേഴ്സ് സ്ഥാപിക്കുക. പിന്നെ അഡോപ്റ്റ് എ ബെറ്റർ റീഹാബിലിറ്റേഷൻ പോളിസി. മെച്ചപ്പെട്ട പുനരധിവാസ നയം സ്വീകരിക്കുക. ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ വുമൺ എംപവർമെൻറ്റ്. സ്ത്രീ ശാക്തീകരണത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ പങ്ക് എന്നാണ്. എഡ്യൂക്കേഷൻ ഈസ് ദ ഗോൾഡൻ വേ ടു സക്സസ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു ഗോൾഡൻ വേ ആണ്, സക്സസ് ആവാനുള്ള ഒരു സുവർണ അവസരമാണ്. എഡ്യൂക്കേഷൻ പാവ്സ് ദ വേ ഫോർ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. വിദ്യാഭ്യാസം മാനവ വിഭവശേഷി വികസനത്തിന് വഴിയൊരുക്കുന്നു. എഡ്യൂക്കേഷൻ പ്രൊവൈഡ്സ് മോർ ഓപ്പർച്യൂണിറ്റീസ്. കൂടുതൽ അവസരങ്ങൾ വിദ്യാഭ്യാസം നൽകുന്നു. എഡ്യൂക്കേഷൻ ഡെവലപ്പ് പേഴ്സണാലിറ്റി. വ്യക്തിത്വം വികസിപ്പിക്കുന്നു. എഡ്യൂക്കേഷൻ ഇംപ്രൂവ്സ് നോളജ്. അറിവ് മെച്ചപ്പെടുത്തുന്നു. വിദ്യാഭ്യാസം അറിവ് മെച്ചപ്പെടുത്തുന്നു. എഡ്യൂക്കേഷൻ ഡെവലപ്പ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് സർഗാത്മകത വികസിപ്പിക്കുന്നു. എഡ്യൂക്കേഷൻ ഗിവ്സ് ഹോപ്സ് ആൻഡ് ഡ്രീംസ്. പ്രതീക്ഷകളും സ്വപ്നങ്ങളും നൽകുന്നു. എഡ്യൂക്കേഷൻ ഗിവ്സ് ബെറ്റർ ലൈഫ് ട്രെയിനിങ്. വിദ്യാഭ്യാസം മികച്ച ജീവിത പരിശീലനം നൽകുന്നു. അടുത്തതാണ് ലിസ്റ്റ് ഔട്ട് ദ മേജർ ക്വാളിറ്റീസ് ഓഫ് വുമൺ ടു അറ്റൈൻ സക്സസ് ഇൻ ലൈഫ്. മേജർ ക്വാളിറ്റീസ്. ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ സ്ത്രീകൾക്കുണ്ടായിരിക്കുന്ന പ്രധാനപ്പെട്ട ഗുണങ്ങൾ ഏതൊക്കെയെന്നാണ്. ഫസ്റ്റ് വൺ, സെൽഫ് കോൺഫിഡൻസ് എന്ന ആത്മവിശ്വാസം. ഹാർഡ് വർക്ക്, കഠിനാധ്വാനം. ലൈഫ് സ്കിൽസ്, ജീവിത കഴിവുകൾ. പേഷ്യൻസ്, ക്ഷമ.
പെർസിവറൻസ് സ്ഥിരോത്സാഹം, സോഷ്യൽ ഔട്ട്ലുക്ക് ഒരു സാമൂഹിക കാഴ്ചപ്പാട്. അടുത്തതാണ് വുമൺ ഷുഡ് സ്റ്റെപ്പ് ഔട്ട് സൈഡ് ദെയർ കംഫർട്ട് സോൺസ് ഡിസ്കസ്. സ്ത്രീകൾ അവരുടെ കംഫർട്ട് സോണിൽ നിന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുക. മെജോറിറ്റി ഓഫ് വുമൺ ഇൻ ദ വേൾഡ്, ഭൂരിപക്ഷം സ്ത്രീകൾ, ഈ വേൾഡിലെ ഭൂരിപക്ഷം സ്ത്രീകളും ഫീൽ കംഫർട്ടബിൾ വിത്ത് ഇൻ ഫോർ വാൾസ് ഓഫ് ദെയർ ഹോം. അവരുടെ വീട്ടിലെ 4 ചുമരുകൾക്കുള്ളിൽ അവർ സുഖം അനുഭവിക്കുന്നു. അതായത് അവർ 4 ചുമരുകൾക്കുള്ളിൽ അവർ കംഫർട്ടബിൾ ആണ് എന്നർത്ഥം. ദർ ആർ നോട്ട് റെഡി ടു ടേക്ക് അപ്പ് ചലഞ്ചിങ് ജോബ്സ് ടു പ്രൂവ് ദെയർ എബിലിറ്റി. അവർ ആരും ചലഞ്ചിങ് ആയിട്ടുള്ള ജോബ് എടുക്കാൻ അവർ റെഡി ആവുന്നില്ല. അങ്ങനെ എടുക്കുകയാണെങ്കിൽ അവർക്ക് അവരുടെ കഴിവുകൾ പ്രൂവ് ചെയ്യാം, തെളിയിക്കാം. ദേ ആർ ഓൺലി സെലക്ടിങ് സേഫ് ജോബ് ലൈക്ക് ടീച്ചിങ്, നഴ്സിംഗ്. അവർ സേഫായിട്ടുള്ള ജോബ് മാത്രമേ സെലക്ട് ചെയ്യുന്നുള്ളൂ. ടീച്ചിങ്ങും നഴ്സിങ്ങും പോലെയുള്ള സേഫായിട്ടുള്ള ജോബ് മാത്രമേ അവർ സെലക്ട് ചെയ്യുന്നുള്ളൂ. റിയലി ദേ ആർ ബ്ലെസ്ഡ് വിത്ത് അൺലിമിറ്റഡ് എബിലിറ്റീസ്. പരിധിയില്ലാത്ത കഴിവുകളാൽ അവർ അനുഗ്രഹിക്കപ്പെട്ടതാണ്. സ്ത്രീകൾക്ക് ഒരുപാട് കഴിവുകളുണ്ട്. ദേ എബോവ് സ്റ്റേറ്റ്മെൻറ്റ് വുമൺ ഷുഡ് സ്റ്റെപ്പ് ഔട്ട് സൈഡ് ദെയർ കംഫർട്ട് സോൺ ഈസ് എ ഗ്രേറ്റ് കോൾ ടുവാർഡ്സ് വുമൺ ഫോർ എ ന്യൂ വേൾഡ്. മുകളിൽ പറഞ്ഞ പോലെ അവരുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വരികയാണെങ്കിൽ അത് ഒരു ഗ്രേറ്റ് കോളാണ്. സ്ത്രീകൾക്ക് ഒരു പുതിയ ലോകത്തിലേക്കുള്ള ഒരു ഗ്രേറ്റ് കോളാണ് അത്. We have great women personalities like Indira Gandhi, Mother Teresa, Kalpana Chawla. നമുക്ക് അതുപോലെ ഗ്രേറ്റ് വുമൺ പേഴ്സണാലിറ്റീസ് ഇന്ദിരാഗാന്ധിനെ പോലെ മദർ തെരേസയും കൽപ്പന ചൗളയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സോ ഇത്രയേ ഉള്ളൂ ദ 3 L's ഓഫ് എംപവർമെൻറ്റ്. ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ഈ ചാപ്റ്ററിന് വേറെ ഒന്നും പഠിക്കാനില്ല. ഇത് മാത്രം പഠിച്ചാൽ മതിയാവും. നിങ്ങളിത് ഈ പാഠം എന്താണെന്ന് പഠിച്ചു എന്ന് അർത്ഥം. അടുത്ത വീഡിയോയിൽ അടുത്ത ചാപ്റ്ററായിട്ട് ഞാൻ വീണ്ടും വരും. സോ ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.